ആരും വിശ്വസിച്ചില്ല. ഞാൻ നേതാക്കന്മാരോടൊക്കെ അഭ്യർത്ഥിച്ച് ഒന്ന് വരണം. ഞാൻ മുഴുവൻ ദേശീയ നേതാക്കന്മാരോടും എന്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് വരണം, മണ്ഡലത്തിൽ നിന്ന് വരണം, നമ്മൾ ജയിക്കും. ഷാരും ചെവിയുണ്ടില്ല, എല്ലാവരും പുഞ്ചിരിച്ച് അതിനെ തള്ളുകയാണ് ചെയ്തത്. അവസാനം ഞാൻ വടകര MP ഷാഫി പറമ്പിലോടും പറഞ്ഞു നിങ്ങളെങ്കിലും ഒരു ദിവസം വരണം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം, പക്ഷേ പരിപാടി ക്യാൻസൽ ചെയ്യാണ്. ഈ 10 വർഷക്കാലം പിണറായി വിജയനെതിരെ പറഞ്ഞവരാരും തന്നെ ധർമ്മടത്തിൽ. ഇന്നലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വമ്പ മാസ് കാണിച്ചത് ഈ റഷീദൊക്കെയാണ്. ഇന്നലെ റഷീദ് സിംഹത്തിന്റെ മടയിൽ കയറി ഇതെന്നാണ് ബീഡി വലിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. 14 റൗണ്ടിൽ ആദ്യത്തെ 5 റൗണ്ട് ഒരു ഉച്ച വരെ മിസ്റ്റർ MLA വിജയൻ സഖാവ് ഏറെലായി കാണും, വേർത്ത് കുളിച്ച് കാണും. ഒന്ന് കേരളത്തിൽ തന്നെ ഒരു വലിയ സംസാര വിഷയം. ആ മനുഷ്യന് വേണ്ടി കോൺഗ്രസിലെ വലിയ മുതിർന്ന നേതാക്കന്മാര് പോയില്ലെന്ന് പുള്ളി തന്നെ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറഞ്ഞു. എവിടെ ഷാഫിഖ് എന്ന റോഡ് മുഴുവൻ ഓടി നടന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നു, എന്തുകൊണ്ട് റഷീദയ്ക്ക് വേണ്ടി മാത്രം പോയില്ല എന്നുള്ളത് ഒരു ചിന്തയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതൊരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവർക്കിതേ വലിയ സ്ഥാനാർത്ഥികളെ നിർത്താത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ്. പക്ഷെ ഇന്നലെ ആ ഒരു സംഭവത്തിനായിരിക്കണം തിരശീല വീണത്. എനിക്ക് വൺ സംഭവം വരുന്നത് പുള്ളി വേറെ ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇടതുപക്ഷ സർക്കാരിനെതിരെ ജനങ്ങൾക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നതാണ്. അത് കോൺഗ്രസിന്റെ മാത്രം മേന്മ കൊണ്ടൊന്നുമല്ല, പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ രോഷമാണ് ഈ വോട്ടൊക്കെ ആയിട്ട് ആഞ്ഞടിച്ചത്. പലവർക്കും വേറെ ഓപ്ഷൻ ഇല്ല. BJP ജയിപ്പിച്ച നാളെ വന്നിട്ട് ഇവർ റോട്ടിൽ വന്ന് ജയ് ശ്രീറാം വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള പല ന്യൂനപക്ഷ ജനങ്ങളുടെ പേടിയാണ് കോൺഗ്രസിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.